ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നെറ്റ് ലോസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ കഴിഞ്ഞ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ വീഡിയോസിൽ ഞാൻ പ്രോഫിറ്റ് ആണ് എടുത്തിരുന്നത്. ഫിനാൻഷ്യൽ പ്രോഫിറ്റും കോസ്റ്റിംഗ് പ്രോഫിറ്റൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നിട്ടില്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് റീകൺസിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നെറ്റ് ലോസ് തരുമ്പോൾ കോസ്റ്റ് ബുക്കും ഫിനാൻഷ്യൽ ബുക്കും കാണിക്കുന്നത് ലോസ് ആണെങ്കിൽ എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് റീകൺസീലിംഗ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലോസ്. നമുക്ക് ലോസ് ആണ് തന്നിരിക്കുന്നത്. നെറ്റ് ലോസ് ആസ് പെർ കോസ്റ്റ് ബുക്ക് പ്രകാരം 1,72,400 നഷ്ടം. ദെൻ നെറ്റ് ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്കിൽ 2,16,045. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമ്മൾ റീകൺസീൽ ചെയ്യാൻ പോവാണ്. അതിന് വന്നിരിക്കുന്ന മെയിൻ റീസൺസ് ഒക്കെയാണ് ഈ തന്നിരിക്കുന്നതെന്ന് അറിയാലോ. എന്താ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗ്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു റീസൺസ് ഒക്കെ നിങ്ങളോട് വായിച്ചു പോവാണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എക്സസ് റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗ്, ഡിപ്രീസിയേഷൻ ചാർജ് ഫിനാൻഷ്യൽ ബുക്കിലേയും തന്നിട്ടുണ്ട്, കോസ്റ്റ് ബുക്കിലേയും തന്നിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഫിനാൻഷ്യൽ ബുക്കിൽ ഇൻട്രസ്റ്റ് റിസീവ്, ഒബ്സൊളസൻസ് ചാർജസ് നമുക്കറിയാം ഫിനാൻഷ്യൽ ബുക്കിൽ എഴുതുന്ന ഐറ്റം ആണ്. ഇൻകം ടാക്സ് പ്രൊവിഷൻ ഫിനാൻഷ്യൽ ബുക്കിൽ എഴുതുന്നതാണ്. സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് എമൗണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓരോ ഐറ്റംസും ആദ്യം ഒന്ന് പറയാം. ഇപ്പോൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസ് ആയിട്ടൊരു നെറ്റ് ലോസ് നമുക്ക് എടുക്കണം. നമുക്ക് സാധാരണ നമ്മൾ കോസ്റ്റ് ബുക്കിലെ പ്രോഫിറ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഞാൻ നെറ്റ് ലോസ് കോസ്റ്റ് ബുക്കിലെ നെറ്റ് ലോസ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. അതായത് 1,72,400. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഐറ്റം നോക്കുക. വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗ്. മീനിങ് എന്താ? വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്ന എക്സ്പെൻസസ് കോസ്റ്റ് ബുക്കിൽ കുറവാണ് വാല്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നെറ്റ് ലോസിന്റെ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പോൾ നെറ്റ് ലോസ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഓർത്തിരിക്കുക. എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ ലോസ് കൂടും. അതെങ്ങനെയാ? അതായത് എക്സ്പെൻസ് കൂടുതലാണ്, അപ്പൊ നമുക്ക് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? ചെലവ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും അല്ലേ. അതിന്റെ മീനിങ് എന്താ? പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോസ് ആണ് അവിടെ കൂടുതലാകുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസസ് കുറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് കൂടും. അതിന്റെ മീനിങ് എന്താ? ലോസ് കുറയും അല്ലേ, നഷ്ടം കുറയുന്നു. അപ്പൊ ഇത് രണ്ടും ഒരു കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ. പോസിറ്റീവ് റിലേഷൻ എന്നൊക്കെ പറയാം. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്താൽ ലോസും ഇൻക്രീസ് ചെയ്യും, എക്സ്പെൻസ് കുറഞ്ഞാൽ ലോസ് കുറയും. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ആണെങ്കിൽ ഇൻകം ഇപ്പോൾ കൂടിയാൽ പ്രോഫിറ്റ് കൂടും അല്ലേ. അതിന്റെ മീനിങ് എന്താ? ലോസ് അവിടെ കുറയും. ദെൻ ഇൻകം കുറഞ്ഞാൽ പ്രോഫിറ്റ് കുറയും, മീൻസ് ലോസ് അവിടെ കൂടും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇത് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാം കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. ദെൻ ആദ്യത്തെ ഒരു ഐറ്റം ഞാൻ പറയുവാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്താ? കോസ്റ്റ് ബുക്കിൽ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്ന എക്സ്പെൻസ് കുറവാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കോസ്റ്റ് ബുക്കിൽ ഇവിടെ നോക്കുക, എക്സ്പെൻസസ് കുറയുമ്പോൾ ലോസ് കുറയും. അപ്പൊ കോസ്റ്റ് ബുക്കിൽ കുറവാണെങ്കിൽ കോസ്റ്റിംഗ് ലോസ് ആയിരിക്കും കുറഞ്ഞു നിൽക്കുന്നത്. ക്ലിയർ? കോസ്റ്റിംഗ് ലോസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബേസ് ഏതാ? കോസ്റ്റ് ആണ് ബേസ്. ക്ലിയർ ആവുന്നുണ്ടാ? കോസ്റ്റിംഗ് ലോസ് കുറഞ്ഞു. ഫിനാൻഷ്യൽ ലോസും കോസ്റ്റിംഗ് ലോസും ഇതുപോലെ നിൽക്കുവാണ്. ഇത് ഫിനാൻഷ്യൽ ലോസ്, ഇത് കോസ്റ്റിംഗ് ലോസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് ലോസ് കുറയുന്നു, ഫിനാൻഷ്യലിന് അനക്കമൊന്നുമില്ല. എന്ത് ചെയ്യണം? ഫിനാൻഷ്യലിന്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ ഈ കോസ്റ്റിനെ നമ്മൾ ഉയർത്തണം. ക്ലിയർ? അപ്പം ഇത് ഈ ഒരു വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്ന ഐറ്റം ആഡ് ചെയ്യാനായിട്ട് ആണ് എടുക്കേണ്ടത്. ആഡ് ചെയ്യാനുള്ള ഐറ്റം ആണ്. എന്തെന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് സ്റ്റേറ്റ്മെന്റിൽ? അണ്ടർ റിക്കവറി ഓഫ് വർക്ക്സ് ഓവർഹെഡ്. ക്ലിയർ?
ഇവിടെ ഞാൻ നോട്ട് ചെയ്യുക, ഓരോ ഐറ്റവും ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് നമുക്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാനുള്ള ഐറ്റമായിട്ട് എടുക്കണം. ലോസ് ആകുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും, അതിന്റെ ആവശ്യമില്ല. ഞാൻ വീണ്ടും സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം കേട്ടോ. ദെൻ അടുത്ത ഐറ്റം ഒന്ന് നോക്കാം നമുക്ക്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എക്സസ് റിക്കവേർഡ് ഇൻ കോസ്റ്റിംഗ്. മീനിങ് കോസ്റ്റ് ബുക്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂടുതലായിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എക്സ്പെൻസ് ആണ്. അപ്പോൾ വീണ്ടും നോക്കുക, എക്സ്പെൻസസ് കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് കൂടും? ലോസ് കൂടും. എവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്? കോസ്റ്റ് ബുക്കിൽ. അപ്പൊ ഏത് ലോസ് ആണ് കൂടുതൽ? കോസ്റ്റിംഗ് ലോസ് ആണ് കൂടുന്നത്. ഓക്കെ, ഇവിടെ കോസ്റ്റ് ബുക്കിൽ കൂടുമ്പോൾ കോസ്റ്റിംഗ് ലോസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ താഴെ തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുമല്ലേ. അപ്പൊ കോസ്റ്റിന് എന്ത് ചെയ്യണം? നമ്മൾ ഫിനാൻഷ്യലിന്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റം ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് ക്ലിയർ ആവാത്തവർക്ക് വേറൊരു ഐഡിയ പറയാം. അതായത് നിങ്ങളിപ്പോൾ കോസ്റ്റ് ബുക്കും ഫിനാൻഷ്യൽ ബുക്കും പ്രോഫിറ്റ് ആണെങ്കിൽ റീകൺസിലിയേഷൻ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലെ. പ്രോഫിറ്റിന് വരുന്ന ചേഞ്ച് എന്താണോ അത് നോക്കിയിട്ട് നമുക്കറിയാം. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഇവിടെ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്ന എക്സ്പെൻസസ് കോസ്റ്റ് ബുക്കിൽ കുറവാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടും അല്ലേ. എക്സ്പെൻസസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. അപ്പം നമ്മളുടെ ബേസ് കോസ്റ്റ് തന്നെ ആയതുകൊണ്ട് ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ ഈ കോസ്റ്റിനെ നമ്മൾ ലെസ് ചെയ്യും. ഇപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടി, ഫിനാൻഷ്യലിന് അനക്കമൊന്നുമില്ല. അപ്പോൾ ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ കുറച്ചു. അപ്പോൾ ഇത് ലെസ് ചെയ്യാനുള്ള ഐറ്റം ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നെറ്റ് ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. ക്ലിയർ? ആഡ് ചെയ്യണം. അതുപോലെ ഇതൊന്ന് പറയാം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എക്സസ് റിക്കവേർഡ്. അപ്പോൾ കോസ്റ്റ് ബുക്കിൽ എക്സ്പെൻസസ് കൂടുമ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറയും അല്ലേ. ഫിനാൻഷ്യൽ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ ഈ കോസ്റ്റിന് എന്ത് ചെയ്യണം? ഉയർത്തണം. അത് പ്രോഫിറ്റ് ആകുന്ന കേസിലാണ് ഇതിനെ ഉയർത്തുന്നത്, ആഡ് ചെയ്യാനുള്ള ഐറ്റമായിട്ട് എടുക്കുന്നത്. ഇവിടെ ലോസ് ആകുമ്പോഴോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെസ് ചെയ്യാനുള്ള ഐറ്റമായിട്ട് എഴുതണം. അപ്പോൾ ലോസ് ആണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ എഴുതുക. ഇനി അത് മനസ്സിലാകുന്നില്ല, പ്രോഫിറ്റ് ആണ് ശരിക്കും അറിയാവുന്നതെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ദെൻ അടുത്ത ഐറ്റം ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്, ഡിപ്രീസിയേഷൻ ഇൻ കോസ്റ്റ് ബുക്ക്. രണ്ട് ബുക്കിലെയും ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് എമൗണ്ട് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഓരോ ഐറ്റം എടുക്കുന്നതിന് പകരം ഈ രണ്ട് എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കും. ഇപ്പോൾ ഒരു 1300 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ബുക്കിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്? കോസ്റ്റ് ബുക്കിലാണ് 1300 കൂടുതൽ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? എക്സ്പെൻസ് കൂടുമ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറയും. ഫിനാൻഷ്യൽ ഇവിടെ ഉണ്ട്. ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ കോസ്റ്റിംഗ് ബുക്കിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റം ആയിട്ടാണ് പ്രോഫിറ്റ് ആണെങ്കിൽ തന്നത്. നമുക്കിവിടെ ലോസ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഇവനെ ലെസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ലോസ് ആണെങ്കിലും കൂടെ ഞാനൊന്ന് പറയാം. ലോസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഡിപ്രീസിയേഷൻ കോസ്റ്റ് ബുക്കിൽ കൂടി അല്ലേ, 1300 കൂടി. അപ്പം എക്സ്പെൻസസ് കോസ്റ്റ് ബുക്കിൽ കൂടുമ്പോൾ ഇതാ നോക്കിയേ, എക്സ്പെൻസ് കൂടുമ്പോൾ കോസ്റ്റിംഗ് ലോസ് കൂടും. കോസ്റ്റിംഗ് ലോസ് കൂടി. ഇത് കോസ്റ്റിംഗ് ലോസ് കൂടി നിൽക്കണേണ്. അപ്പം എന്ത് ചെയ്യണം? ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ കോസ്റ്റിംഗ് ലോസിനെ കുറക്കണം അല്ലേ. അതുപോലെ തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് മൈനസ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതി ഫോളോ ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻകം സൈഡിൽ ഇൻകം കൂടി. ഫിനാൻഷ്യൽ ബുക്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്
കൂടി നിൽക്കുന്നത്. ഇൻകം കൂടുമ്പോൾ ലോസ് കുറയും. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ് ഫിനാൻഷ്യൽ ബുക്കിൽ എഴുതിയോണ്ട് ഫിനാൻഷ്യൽ ലോസ് ആണ് അവിടെ കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലോസ്, ഇത് ഫിനാൻഷ്യൽ ലോസ്, ഇത് കോസ്റ്റിംഗ് ലോസ്. ഫിനാൻഷ്യൽ ലോസ് കുറഞ്ഞു. നമ്മളുടെ ബേസ് ഇതാണ്. ഇതിനെന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലേ? അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ലെസ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട് വേണം എഴുതാൻ. 8750 ഡിഡക്റ്റ് ചെയ്യാനുള്ള ഐറ്റമാണ്. ദെൻ ഒബ്സൊളസൻസ് ചാർജ്, ഇതുപോലെ തന്നെ എക്സ്പെൻസസ് ആണ് ഫിനാൻഷ്യൽ ബുക്കിൽ വരുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ബുക്കിൽ എക്സ്പെൻസസ് കൂടുമ്പോൾ, എക്സ്പെൻസ് കൂടിയാൽ ലോസ് എന്ത് സംഭവിക്കും? ലോസ് കൂടും അല്ലേ? പോസിറ്റീവ് റിലേഷൻ ആണത്. എക്സ്പെൻസ് കൂടി, അപ്പോൾ ഫിനാൻഷ്യൽ ലോസും കൂടി. കോസ്റ്റ് ഇതാണ്, നമ്മളുടെ ബേസ് കോസ്റ്റ് ആണ്. ഫിനാൻഷ്യലിൻ്റെ ഒപ്പം എത്തിക്കണമെങ്കിൽ ഈ കോസ്റ്റിനെ നമ്മൾ ഉയർത്തും. അതായത് ഈ ഒബ്സൊളസൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട് വേണം എഴുതാൻ. അപ്പം ഞാനിവിടെ ലോസിൻ്റെ ആ ഒരു ലോസ് ബേസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളിത് പ്രോഫിറ്റ് വെച്ച് ചിന്തിച്ചാലും ഇതുപോലെ തന്നെ വരുള്ളൂ. ദെൻ ഇൻകം ടാക്സ് പ്രൊവിഷൻ. ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്, ഫിനാൻഷ്യൽ ബുക്കിൽ എഴുതുന്നതാണ്. ഫിനാൻഷ്യൽ എക്സ്പെൻസസ് കൂടുന്നു, അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ആണ് കൂടുന്നത്. ഫിനാൻഷ്യൽ ലോസ് കൂടി. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് ലോസ് ഇവിടെ നിൽക്കുവാണ്. കോസ്റ്റിംഗ് ലോസിന് എന്ത് ചെയ്യണം? ഉയർത്തണം അല്ലേ? അപ്പം ഇത് ആഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട് വേണം എഴുതാൻ. ക്ലിയർ? ദെൻ അടുത്തത് സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്. ഇവിടെ ഫിനാൻഷ്യൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇൻകം ആയിരിക്കും എന്നാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ഫിനാൻഷ്യൽ ലോസ് കുറയും. ഇൻകം കൂടുന്നു അല്ലേ? ഇതിപ്പോൾ ഇൻകം ആണ്. ഇൻകം കൂടിയാൽ, ഇൻകം കൂടുമ്പോൾ വരുമാനം കൂടിയാൽ നമുക്ക് ലോസ് കുറയൂലേ? യെസ്, ലോസ് കുറയുന്നു. കോസ്റ്റിംഗ് ലോസ് ഇവിടെ നിൽക്കുന്നു. ഫിനാൻഷ്യൽ ലോസിൻ്റെ ഒപ്പം കോസ്റ്റിംഗ് ലോസിന് എത്തിക്കാൻ കുറയ്ക്കുക അല്ലേ? ലെസ് ചെയ്യുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട് വേണം ഈ 475 ലെസ് ചെയ്യാനായിട്ടുള്ള ഐറ്റമായിട്ട് വേണം എഴുതാൻ. ഇനി ലാസ്റ്റ് ഒരു ഐറ്റം പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണെന്ന് നമ്മൾ ചിന്തിക്കുക. എക്സ്പെൻസസ് ഫിനാൻഷ്യൽ ബുക്കിൽ വരുമ്പോൾ, കൂടുതലായിട്ട് വരുമ്പോൾ ഫിനാൻഷ്യൽ ലോസ് കൂടും. എക്സ്പെൻസസ് കൂടിയാൽ ലോസ് കൂടുന്നു. കോസ്റ്റ് ഇവിടെ നിൽക്കുന്നു. കോസ്റ്റിനെ ഇവൻ്റെ ഒപ്പം എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഉയർത്തുക. അപ്പം ഇതെന്ത് ചെയ്യാനുള്ള ഐറ്റമാണ്? ആഡ് ചെയ്യാനായിട്ടുള്ള ഐറ്റമാണ്. അപ്പം ഈ ഒരു റീസൺസ് ഞാനിവിടെ ആഡും ലെസ്സും എഴുതിയിട്ടുണ്ട്. അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കാണിക്കണോ? ക്ലിയർ ആയവർ ഇനിയിപ്പോൾ വീഡിയോൻ്റെ ബാക്കി കാണണമെന്നില്ല. അല്ലാത്തവർ ആ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒന്ന് കാണാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. ലോസ് ആസ് പെർ കോസ്റ്റ് ബുക്ക്. കോസ്റ്റ് ബുക്ക് പ്രകാരമുള്ള ലോസ് ഹെഡിങ് ആയിട്ട് എഴുതി. ഇനി ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്? ഇത് അല്ലേ, അണ്ടർ റിക്കവറി ഓഫ് വർക്ക്സ് ഓവർ ഹെഡ് എഴുതുക. അതുപോലെ തന്നെ ഒബ്സൊളസൻസ് ഡെബിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്, ഇൻകം ടാക്സ് പ്രൊവിഷൻ ഇൻ ഫിനാൻഷ്യൽ ബുക്ക്, അതുപോലെ ഡിപ്രീസിയേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ഫിനാൻഷ്യൽ ബുക്ക്. ഈ 3 ഐറ്റംസ് ആഡ് ചെയ്യാനുള്ളതാണ്. അത് എഴുതണം. അണ്ടർ റിക്കവറി ഓഫ് വർക്ക്സ് ഓവർ ഹെഡിന്റെ എമൗണ്ട് 3120 ആണ് തന്നിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒബ്സൊളസൻസ് ഡെബിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് 5700 എഴുതും. അതിനുശേഷം പിന്നെ ഐറ്റം വരുന്നത് പ്രൊവിഷനാണ്. പ്രൊവിഷന്റെ എമൗണ്ട് 40,300 ആണ്. അത് എഴുതാം. അടുത്ത ഐറ്റം ഡിപ്രീസിയേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് 6750. അത് എഴുതാം. ആഡ് ചെയ്യാനുള്ള 4 ഐറ്റംസ് എഴുതി. അതിൻ്റെ ടോട്ടല് 55,870 വരുന്നുണ്ട്. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിട്ട് 2 എമൗണ്ടും തമ്മിൽ 1,72,000 400 തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ വരുന്നത് 2,28,270.
ഇനി ലെസ് ചെയ്യാനുള്ളത് എഴുതാം. ലെസ് ചെയ്യേണ്ട ആദ്യത്തെ ഐറ്റം ഇതാണ്. അപ്പോൾ ഇവിടെ ഓവർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 1700 എഴുതണം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ലെസ് ചെയ്യാനായിട്ട് എഴുതി. ഇനി അടുത്ത ഐറ്റം വരുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഓവർ റിക്കവറി ഓഫ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ബുക്കിൽ 1300 കൂടുതലാണ്, അതെഴുതാം. പിന്നെ അതിനുശേഷം വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് 8750 എഴുതണം. അതുപോലെ തന്നെ സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് 475 എഴുതാം. ആ 2 ഐറ്റവും എഴുതി കഴിഞ്ഞു. ഇനി ഇത് 4ഉം ആഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 12,225 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടലിൽ നിന്ന് ഇത് ഡിഡക്റ്റ് ചെയ്യുക. കിട്ടേണ്ടത് എന്താ? ഫിനാൻഷ്യൽ ബുക്ക് പ്രകാരമുള്ള ലോസ് ആണ്. നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,16,045 ആണ്. ഇത് തന്നെയാണോ ഫിനാൻഷ്യൽ ബുക്ക് പ്രകാരമുള്ള ലോസ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നോക്കിയേ അല്ലേ, ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക്. നമ്മളുടെ ആൻസർ കറക്റ്റ് ആണല്ലോ. അപ്പം ഇതിൻ്റെ നേരെ ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക് എന്ന് എഴുതാം. ലോസ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.